ആളെ നോക്കിയിട്ടല്ല ദീന് പറയേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ, ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ. പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. കുന്നംകുളോ ഞാനുമായിട്ട് വഴിയുടെ ബന്ധമുള്ളൂ. തോന്നിയാസം പറയേ. ഒന്നുകൂടെ കേൾക്കോ. തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ. എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പിറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇത് ദീന് പറയുകയാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്ന് ആരും വിചാരിക്കണ്ട. 1000 കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും. ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്നതിനടുത്ത് എനിക്കൊരു പ്രശ്നമില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അതാ. റസൂലിനെ ആര് പറഞ്ഞാലും റസൂൽ ദേഷ്യപ്പെടാറില്ല. പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരും, കോപം വരും. അതേ ഇവിടെ സംഭവിക്കുള്ളൂ. അള്ളാഹു അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ദീൻ പറയാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തിഫാഖായ കാര്യമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കാന അഅലമഹും, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ്. കാന അഫ്ളലഹും, ഏറ്റവും ശറഫുള്ള ആളാണ്. കാന അഅലാഹും ഈമാനൻ, ഈമാനിനാൽ ഏറ്റവും ഉയർന്ന ആളാണ് എന്നിങ്ങനെ തുടങ്ങി മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് ആ അർത്ഥത്തിൽ തന്നെ അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഫകാന അഅലമനാ ബിറസൂലില്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അറിവ് ഉള്ള ആള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, ഇത്രമേൽ സ്ഥാനമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ലാ യംബഗി ലിബ്നി അബീ ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അബൂ ഖുഹാഫന്റെ മോൻ, അബൂ ഖുഹാഫന്റെ മോന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന്. അപ്പോ നുബുവത്തിന്റെ മഹത്വം സിദ്ദീഖുൽ അക്ബർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി. അതാണ് മഹാന്മാര് പറഞ്ഞത്, മാ ഫളലക്കും അബൂബക്കർ ബികസറത്തി സിയാമിഹി വലാ സ്വലാത്തിഹി, കുറേ നിസ്കരിച്ചത് കൊണ്ടോ കുറേ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ടോ അല്ല സിദ്ദീഖുൽ അക്ബർ ഇത്രമേൽ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. ആ മനസ്സിൽ ഉള്ള ആ മഹത്തായ ആ ബഹുമാനം, തഅളീമു ശആഇർ എന്ന് പറയുന്ന ആ ഈമാനിന്റെ അടിത്തറ അത് ശക്തമായത് കൊണ്ടാണ്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂലിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിലാണ് തഖ്വ സ്ഥലം പിടിക്കുക. അല്ലാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ചത് അവരാണ് എന്ന്. അത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിച്ചവർക്ക് പൂർണ്ണ അർത്ഥത്തിലുള്ള ഈമാൻ ഉണ്ടാകും. വേറൊരുത്തൻ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، قال رسول الله صلى الله عليه وسلم، إن أخوف ما أخاف عليكم الأئمة المضلون. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, ഈ യോഗം അവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ഫതഹുദ്ദീൻ തങ്ങൾ അവർകൾ, ദുആ നിർവഹിച്ച ഷമീറുദ്ദീൻ ദാരിമി അവർകൾ,
വേദിയിൽ ഉപവിഷ്ടരായ ഇവിടെ പ്രസംഗങ്ങളും ആശംസകളുമൊക്കെ നൽകുവാനും മറ്റുമൊക്കെയുള്ള ബഹുമാന്യരായ മൊയ്നുദ്ദീൻ ജിഫ്രി തങ്ങൾ, നൗഷാദ് ചെട്ടിപ്പടി, മുഹമ്മദ് അലി കാസിമി അച്ചനമ്പലം, അഷ്റഫ് തങ്ങൾ, ഇസ്മായിൽ ഫൈസി, ഹൈദ്രൂസ് ഫൈസി, ബഷീർ നിസാമി അടക്കമുള്ള റഷീദ് ഹാജി, അബൂബക്കർ ഹിഷാമി, പുളിക്കൽ ഹംസ ഹാജി, മജീദ് ഫൈസി, മുഹമ്മദ് കുട്ടി അടക്കമുള്ള പ്രഗത്ഭരായ ഈ പ്രദേശത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF ആദർശം അമാനത്താണ് എന്ന പേരിൽ കേരളം അങ്ങോളം ഇങ്ങോളം നമ്മുടെ സംഘടനാ സംവിധാനമുള്ള എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്ലാഘനീയമായ അവസരോചിതമായ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇവിടെ വരേണ്ടതായിരുന്നു. ഇന്ന് ഉച്ചക്ക് ഞാൻ കണ്ടിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു തങ്ങളവർകൾ 2:30ക്കുള്ള ട്രെയിനിന് പെട്ടെന്ന് കാസർഗോഡ് പോവേണ്ടതുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. പരിശുദ്ധമായ ദീനിന്റെ സേവനത്തിന് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഓടി നടക്കുന്ന ആ മഹാനായ പണ്ഡിതനായ ആ സയ്യിദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിന് ഹിമ്മത്തോടെ, ഇസ്സത്തോടെ ദീർഘകാലം നല്ല നിലയിൽ നേതൃത്വം നൽകാനുള്ള എല്ലാവിധ തൗഫീഖും തഈദും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ആദർശം അമാനത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അമാനത്ത് അത് ആദർശമാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് പ്രവർത്തകരുണ്ട്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംഘടനകളുണ്ട്. ചിലത് രാഷ്ട്രീയമായി പ്രവർത്തിക്കുമ്പോൾ, മറ്റു ചിലത് സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ, മറ്റു ചില സംഘടനകൾ സഹായ സേവനങ്ങളിലായി പ്രവർത്തിക്കുമ്പോൾ, റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഇവരുടെ ഇടയിൽ ഒരു സംഘടനയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെയല്ല ആദർശത്തെ സംബന്ധിച്ച് ബോധമുള്ള ആരും കണക്കാക്കുന്നത്. കുറെ സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടന അങ്ങനെയല്ല. ഈ സംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന പരിശുദ്ധമായ ദീനിന്റെ, ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിച്ച മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകിയത് ഈ പ്രസ്ഥാനത്തിനാണ്. മറ്റ് പലരും പലതും ഇവിടെ ചെയ്യുന്നുണ്ട്, പലതും ശ്ലാഘനീയമാണ്. അതിനെയൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്, നമ്മളൊക്കെ അതിന്റെ ഭാഗമാവാറുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലൊന്നായല്ല. ആദർശം എന്താണെന്നും വിശ്വാസത്തിന്റെ ആവശ്യകതയും അതിന്റെ മഹത്വവും അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള നിലനിൽപ്പും എത്രമേൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു യഥാർത്ഥ മോമിൻ വേറിട്ട രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ മനസ്സിലാക്കുക. അത് ഞങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച പ്രസ്ഥാനമാണ്. അത് ഞങ്ങളുടെ ആദർശം സംരക്ഷിച്ച പ്രസ്ഥാനമാണ്. ഏതാണ് ഈ ആദർശം എന്നറിയോ? നമ്മളൊക്കെ പറയാറുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, സർവശക്തനാണ്, സർവാധിപതിയാണ്. മറ്റാർക്കും ഒരു പരമാധികാരവുമില്ല. ഒരു വിഷയത്തിൽ പോലും പൂർണ്ണമായി എല്ലാ വിഷയത്തിലുമുള്ള പരമാധികാരം രാജാധിരാജനായ റബ്ബിന് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഉയർത്തിയ വിരൽ താഴ്ത്തണമെങ്കിൽ അതിന് റബ്ബിന്റെ സഹായം ലഭ്യമാകണമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഏതൊരു വിഷയമുണ്ടായാലും എന്ത് തന്നെയാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ
സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹി അതിന്റെ തുടക്കമാണ്, എല്ലാറ്റിന്റെയും തുടക്കമാണ്. ഖുർആൻ എന്ന നിലയിൽ ആദ്യത്തെ ആയത്ത് ബിസ്മിക്ക് ശേഷം വരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. സ്തുതി എന്ന് പറഞ്ഞാൽ അസ്സനാഉ ബിൽ ലിസാനി അലൽ ജമീലിൽ ഇഖ്തിയാരി, എല്ലാ നിലക്കുമുള്ള മഹത്തായ കാര്യങ്ങളുടെ മേൽ, ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളുടെ മേൽ, ആദരണീയമായ കാര്യങ്ങളുടെ മേൽ വാഴ്ത്തി പറയാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാകുന്നു. എങ്കിൽ എല്ലാ മഹത്വവും, എല്ലാ കഴിവും, എല്ലാ ജമീലും, എല്ലാ ഖുവത്തും, എല്ലാ ഹൗലും എല്ലാം റബ്ബിന് മാത്രമാണ് എന്ന് സമ്മതിക്കലാണ്. എല്ലാ ഹൗലും ഖുവത്തും എല്ലാ ജമീലും അള്ളാഹുവിന് മാത്രമാകുമ്പോഴാണ് അള്ളാഹുവിന് മാത്രമേ ഹംദ് അർഹതയുള്ളൂ എന്ന് വരികയുള്ളൂ. അപ്പോൾ എല്ലാറ്റിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ, എല്ലാ കഴിവുകളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. റബ്ബിൽ ആലമീൻ, ലോകം മുഴുവനും അള്ളാഹുവിന്റെ മർബൂബാണ്. ലോകം മുഴുവനും ഒരു കാര്യം വിചാരിക്കുകയും അള്ളാഹു ഒരു കാര്യം വിചാരിക്കുകയും ചെയ്താൽ അള്ളാഹു വിചാരിച്ചത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ഈ ലോകം മുഴുവനും എന്ന് പറഞ്ഞത് അള്ളാഹിന്റെ റസൂല് പെട്ടു, മലായിക്കത്ത് പെട്ടു, എല്ലാവരും ഉൾപ്പെട്ടു. അതാണ് ആ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ. അർ-റഹ്മാനിർ റഹീം, ആർക്ക് റഹ്മത്ത് ചെയ്യണമെങ്കിലും അതിന്റെ ഉറവിടം അള്ളാഹു മാത്രമാണ്. രണ്ട് തരത്തിലുള്ള റഹ്മത്തിന്റെയും കേന്ദ്ര ബിന്ദു, അതിന്റെ മസ്തർ അള്ളാഹു മാത്രമാണ്, അതിന്റെ മാലിക് അള്ളാഹു മാത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ പറഞ്ഞ റഹ്മാനിർ റഹീമിനെ വീണ്ടും ആവർത്തിച്ചത് എന്താണ് തർബിയത്ത് എന്ന് മനസ്സിലാക്കി തരുവാനാണ്. ഈ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരാൾക്ക് ഒരാളെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ, ഒരാൾക്കൊരാളോട് കരുണ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഏത് തരത്തിലുള്ള കരുണയാണെങ്കിലും ശരി, അതിന്റെ മുഴുവനും ഉടമസ്ഥൻ, അതിന്റെ മാലിക്, അതിന്റെ യഥാർത്ഥ ഇഖ്തിസാസ് അല്ലാഹുവിന് മാത്രമാകുന്നു. അല്ലാഹു കൊടുക്കാതെ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, എല്ലാ കാലഘട്ടത്തിലും എല്ലാറ്റിന്റെയും പരമാധികാരവും ഉടമസ്ഥനും അള്ളാഹു ആണെന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നു, ജസാ, പ്രതിഫലം തരുന്നവൻ അള്ളാഹു ആണ്. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും, ഇവിടെ ഏതൊക്കെ കുട്ടി ദൈവങ്ങൾ ഉണ്ടായാലും, കുട്ടിരാജാക്കൾ ഉണ്ടായാലും, യഥാർത്ഥമായി ഇതിനൊക്കെ പ്രതിഫലം തരേണ്ടവൻ അള്ളാഹു ആണ്. ആ പ്രതിഫലം തരുന്ന ദിവസത്തിൽ മറ്റാർക്കും യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല എന്ന് ഈ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കൃത്യമായി നമ്മളെ കൊണ്ട് പറയുന്ന ശൈലിയിൽ തന്നെ പറയിപ്പിക്കുന്നു. അതുവരെ അൽഹംദുലില്ലാഹി എന്ന് അവൻ എന്ന അർത്ഥത്തിൽ തേർഡ് പേഴ്സൺ ആയിക്കൊണ്ട് പറഞ്ഞ അള്ളാഹു, അവിടെ വിവരിക്കപ്പെട്ട അള്ളാഹു, പിന്നീട് വരുന്നു ഇയ്യാക നേരിട്ട് ഖിതാബായിക്കൊണ്ട് നിന്നെ ഞങ്ങളിപ്പോ മനസ്സിലാക്കി. ഈ വിശേഷണങ്ങളിലൂടെ ഞാൻ ഉൾക്കൊണ്ടു. ഞാൻ ഈ മനസ്സിലാക്കിയ റബ്ബ് സർവശക്തിയുടെയും സകല ഖുവത്തിന്റെയും സകല ജമീലിന്റെയും പരമാധികാരിയായ റബ്ബുണ്ടല്ലോ, ആ റബ്ബാണെന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള വണക്കം അത് നിനക്ക് മാത്രമാണെന്ന് അവിടെ അംഗീകരിച്ചു കൊടുക്കുന്നു. അതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഇബാദത്തും അല്ലാത്തതും വേറിട്ട് നിൽക്കുന്നത്. ഇബാദത്ത് എന്ത് എന്ന് അവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. نخصك بالعبادة بالخضوع والتذلل إقرارا لك بالربوبية. തഫ്സീർ തബരി അടക്കം പറഞ്ഞതായി കാണാം. ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നീ മാത്രമാണ് റബ്ബെന്നും, നീ മാത്രമാണ് പരമാധികാരിയെന്നും, നീ മാത്രമാണ് സമദെന്നും എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ അവിടെ പറഞ്ഞു. 5 പഞ്ചനാമങ്ങളിലൂടെ അള്ളാഹുവിനെ വിശദീകരിച്ചു തന്നു. ആ 5 നാമങ്ങളിലൂടെ വിശദീകരിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വണക്കം അത് നിനക്ക് മാത്രമാണ്. അതിന്റെ പേരാണ് ഇബാദത്ത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ മക്ക മുശ്രിക്കുകൾ തയ്യാറായില്ല.
ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ലോകത്ത് ഒരു മുശ്രിക്കും തയ്യാറായില്ല. ഇത് അംഗീകരിച്ചു കൊടുത്താൽ അവൻ മുശ്രിക്ക് ആവുകയും ഇല്ല. റുബൂബിയ്യത്തിനെ അംഗീകരിച്ച ഒരു മുശ്രിക്കിനെ കാണിച്ചു തരാൻ കഴിവുള്ള ഒരു വഹാബി ലോകത്തുണ്ടെങ്കിൽ വരട്ടെ. പരിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ട് പറയാറുണ്ടല്ലോ, റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു മുശ്രിക്കീങ്ങൾ എന്ന്. മക്ക മുശ്രിക്കീങ്ങൾ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് അംഗീകരിച്ചിരുന്നു. പക്ഷേ അവർ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ആരാധിച്ചു, ബഹുമാനം കൊടുത്തു, പ്രാർത്ഥിച്ചു. ഇതാണത്രേ, സഹായം തേടി. ഇതാണത്രേ അള്ളാഹ് പറയുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ വെച്ച് മുശ്രിക്കീങ്ങളോട് പറഞ്ഞത് എന്താ? അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നാണ്. അവര് അള്ളാനെ മാത്രം റബ്ബായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥമുണ്ടോ? മുശ്രിക്കീങ്ങളെ ഈ കാണുന്ന ബിംബങ്ങളൊക്കെ റബ്ബാക്കുന്നതാണോ ഖൈറ്, അതല്ല ഏകനായ റബ്ബിനെ ഖൈറാക്കുന്നതാണോ ഖൈറ് എന്ന് യൂസുഫ് നബി ചോദിച്ചാൽ അവർക്ക് പറയാലോ, ഞങ്ങളതിനെ അവരൊന്നും റബ്ബാക്കിയിട്ടില്ലല്ലോ, നിങ്ങളെന്തിനാ ഈ പോയത്തം പറയണമെന്ന് പറയാലോ. അങ്ങനെ ഖുർആനിന്റെ ഓരോ ആയത്തും എടുത്ത് പരിശോധിച്ചു നോക്ക്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, റബ്ബിനെ കൊണ്ട് കാഫിറായ മുശ്രിക്കീങ്ങൾ. അങ്ങനെ റുബൂബിയ്യത്തിനെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഇശ്റാക്ക് ഇല്ല. റുബൂബിയ്യത്തിന് ചിലപ്പോൾ കുഫർ വന്നേക്കാം. റുബൂബിയ്യത്തിനെ മറ്റുള്ളവർക്ക് അംഗീകരിച്ചു കൊടുത്ത് ആ അംഗീകാരത്തോടു കൂടെയുള്ള വണക്കം, അതാണ് ഇബാദത്ത്. അതുകൊണ്ടാണ് ഇയ്യാഹു പറയാതെ നഅ്ബുദുഹു പറയാതെ കൃത്യമായി അല്ലാഹു തആല ഇയ്യാക എന്നാക്കിയും കൊണ്ട് നഅ്ബുദിനെ അവിടെ പ്രഖ്യാപിപ്പിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ അതിൽ ഒതുങ്ങി കിടക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് തവസ്സുൽ ചെയ്യുന്നതോ മറ്റുള്ളവരുമായി സഹായം അഭ്യർത്ഥിക്കുന്നതോ ഒന്നും തന്നെ ഇതിന്റെ പരിധിയിൽ വരികയില്ല എന്ന് വളരെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. ഇമാം ബുഖാരി അധ്യായം ഇട്ടില്ലേ, ബാബു മൻ ഇസ്തആന ബിൽളുഅഫാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ആരാണ് ഈ അധ്യായം ഇടുന്നത്? ഇത് ശിർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അധ്യായം ഇട്ട സഹീഹുൽ ബുഖാരി വലിച്ചെറിയണ്ടേ നിങ്ങൾ? ബാബു മൻ ഇസ്തആന ബിൽളുഅഫാഇ വസ്സാലിഹീൻ, അതിൽ കൊണ്ടുവന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു, സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റആ സഅദുൻ അന്ന ലഹു ഫളലൻ അലാ മൻ ദൂനഹു, എന്റെ പിതാവ് സഅദിന് തോന്നി തനിക്ക് മറ്റുള്ളവരെക്കാളൊക്കെ ഫളലുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് തോന്നി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു, അവരെ തർബിയത്ത് ചെയ്യുന്നു. എന്റെ പിതാവ് സഅദിന് തോന്നി തനിക്ക് മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ടെന്ന്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ്. ആദ്യം ദീനിലേക്ക് കടന്നു വന്ന മഹാനാണ്. ഒരുപാട് ദീനിന് സേവനം ചെയ്ത മഹാനാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവര് തന്നെ റസൂലുള്ളാഹിന്റെ അഭിമാനത്തോടുകൂടെ പറയാറുണ്ട്, ഹാദാ ഖാലി ഫൽയുരിനി അഹദുക്കും ഖാല, ഇതുപോലത്തെ അമ്മാവന്മാര് നിങ്ങൾക്കാരെങ്കിലും ഉണ്ടോ എന്ന് റസൂലുള്ളാഹി തന്നെ അഭിമാനത്തോടെ പറയാറുണ്ട്. അത്രമേൽ മഹത്വമേറിയ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു നേരിയ ഉജുബിന്റെ അംശം വരുന്നുവോ എന്ന് സംശയിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അവരുടെ ഖൽബിന് ആവശ്യമായ ചികിത്സ ഒരു മുറബ്ബിയായ ശൈഖ് എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നു. അതോടെ ഉമ്മത്തിന് മുഴുവനും വലിയൊരു പാഠം അല്ലാഹുവിന്റെ റസൂൽ നൽകുകയാണ്. ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. ഹൽ തുൻസറൂന, നിങ്ങൾ വലിയ ആളുകളാവണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ ഖൽബിൽ ഒരു അംശം പോലും
അല്ലെങ്കിൽ തറവാട് മഹിമയുടെ പേരിലോ മറ്റോ അല്ലെങ്കിൽ ഇൽമു കൂടുതലുള്ളതിന്റെ പേരിലോ ഒന്നിന്റെ പേരിലും നിങ്ങൾ വലുതാവണ്ട. ഹൽ തുൻസറൂന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നുവെങ്കിൽ, വതുർസഖൂന, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നുവെങ്കിൽ, അത് ഇല്ലാ ബിളുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളായ സാധുജനങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്. ഐ ബി ബറക്കത്തിഹിം വസലാത്തിഹിം വദഅവതിഹിം. ഫത്ഹുൽ ബാരി. ഇതേ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം നസായി അതും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഐ ബി ദഅവതിഹിം എന്ന് മൂപ്പര് തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഫത്ഹുൽ ബാരിയിലാണെങ്കിൽ അവിടെ നസായി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകുന്നുവെങ്കിൽ, റിസ്ക് ലഭിക്കുന്നുവെങ്കിൽ, അത് മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ടാണ്. ഖൽബ് ലൈഫ് എന്ന് പറഞ്ഞാൽ തടി ലൈഫാവുന്നവരല്ല, അവരുടെ ഖൽബ് വിശുദ്ധമാണ്, അവരുടെ ഖൽബ് അങ്ങേയറ്റം വിനയത്തിന്റെ ഉടമകളാണ്, മുത്തവാളിഈങ്ങളാണ്, യഥാർത്ഥ കാമിലീങ്ങളായ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് അവർ മുത്തവാളിഈങ്ങളാകും എന്നുള്ളത്. ഞങ്ങൾ സാധുക്കളാണെന്ന തോന്നലായിരിക്കും അവർക്കുണ്ടാവുക, ഒരിക്കലും തന്നെ അഹങ്കാരം ഉണ്ടാവുകയില്ല. അതെന്തോ ആവട്ടെ, നിങ്ങൾക്ക് അള്ളാന്റെ സഹായം ഉണ്ടാകുന്നത് മഹാന്മാരുടെ ഈ ളുഅഫാഇന്റെ ബറക്കത്ത് കൊണ്ട്. അതിന്റെ പേരാണ് തവസ്സുൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇനമാണത്. ഇതാണ് ഒന്നാമതായി ഇമാം ബുഖാരി തങ്ങൾ ഹദീസിൽ കൊണ്ടുവരുന്നത്, ഈ ബാബിൽ കൊണ്ടുവരുന്നത്. രണ്ടാമത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഗ്സു ഫിആമുൻ, ഒരു കൂട്ടം ആളുകൾ യുദ്ധം ചെയ്യും. അങ്ങനെ പരാജയത്തിന്റെ വക്കിലെത്തും. അപ്പോൾ അവർ വിളിച്ചു പറയും, ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്, എവിടെയെങ്കിലും ഒരു സഹാബി ഉണ്ടോ എന്ന് വിളിച്ചു പറയുകയാണ്. ആ കൂട്ടത്തിൽ സഹാബിമാരില്ല, താബിഈങ്ങളാണ് യുദ്ധം ചെയ്യുന്നത്. അവര് പരാജയത്തിന്റെ കൈപ്പുനീര് രുചിക്കാൻ തുടങ്ങുമ്പോൾ അവർ വിളിച്ചു പറയുന്നു, ഹൽ ഫീകും മൻ സാഹബ റസൂലില്ലാഹ്, എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹബത്തിന്റെ ബറക്കത്ത് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഒരാൾ വരുന്നു, ഫയുഫ്തഹു ലഹും, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് യുദ്ധത്തിൽ വിജയം നൽകുന്നു. ഈ ഒരു സഹാബിയുടെ ശരീരത്തിന്റെ ശക്തി കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ മസിൽ പവർ കൊണ്ടല്ല. കാരണം ഇവിടെ അതിലും യോദ്ധാക്കളായ ചുറുചുറുക്കുള്ള താബിഈങ്ങളാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. കൂട്ടത്തിൽ സഹാബികളില്ല. പ്രായമേറെ ചെന്ന ഒരു സാധുവായ ഒരു സഹാബിയാണ് കടന്നു വരുന്നത്. ആ മഹാനിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് ഫത്ഹ് ഉണ്ടാകുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് ശിർക്കല്ലേ? അത് നമ്മൾ പറയുമ്പോഴും നമുക്കറിയാം എവിടെയാണ് വ്യത്യാസം വന്നത്. നമുക്കറിയാം, കൃത്യമായി അറിയാം, അത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹു സഹായിക്കാൻ നമ്മുടെ ആയുധം കാരണമാക്കിയതുപോലെ മഹാന്മാരെയും കാരണമാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇക്കാണുന്ന പുല്ലുപുഷ്പങ്ങളിൽ നിന്നുണ്ടാക്കുന്ന മെഡിസിനിൽ അള്ളാഹു ശിഫയെ നിശ്ചയിച്ചെങ്കിൽ ചില ആയാത്തുകളിൽ മഹാന്മാരുടെ സുഹബത്തിലൊക്കെ ചിലതൊക്കെ അള്ളാഹു നിശ്ചയിച്ചെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇത് നിശ്ചയിച്ചതും അള്ളാഹുവാണ്, ഇത് നൽകുന്നതും അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരമാധികാരം അള്ളാഹുവിനുമാണ്. ഈ വന്ന സഹാബിയും ആ സഹാബിക്ക് സുഹബത്തിന്റെ ബറക്കത്ത് കൊടുത്ത റസൂലുള്ളാഹിയും ഒക്കെ മർബൂബീങ്ങളാണ്. റബ്ബുൽ ആലമീൻ അള്ളാഹുവാണ് റബ്ബ്. തൗഹീദ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ സാധുക്കൾ പൊട്ടിപ്പൊളിഞ്ഞത്. അതിന് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു വഴിയില്ല ഇനി. കാരണം 8-9 എണ്ണം അവരെ തമ്മിൽ തല്ലൂടാൻ തന്നെ ഇപ്പൊ അവർക്ക് സമയമല്ല. അതുകൊണ്ട് അവര് പറഞ്ഞ ആരും വിശ്വസിക്കൂല. അതിന് പകരം പിന്നെ രാഷ്ട്രീയക്കാരെ ഇറക്കിയിട്ടും കാര്യമല്ല. സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട ദീനിന്റെ തൗഹീദും റിസാലത്തൊക്കെ ശരിക്കും പഠിച്ചാൽ മതി. അങ്ങനെ വന്ന ഒരു സംശയവും ഇവിടെ ഇല്ല. ഇതേ സഹീഹുൽ ബുഖാരിയിൽ എന്ന ബൈത്ത് ഇമാം ബുഖാരി കൊണ്ടുവരുന്നുണ്ട്.
അബാലക സയ്യിദ യഹൂതു الذിമാറ ഗൈറ ബദരിബിൻ മുആകിലി എന്നിങ്ങനെ തുടങ്ങിയുള്ള ആ ബൈത്തുകൾ എടുത്തിട്ട് വഅബിയള യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി അല്ലാഹുവിന്റെ റസൂലിനെ അബൂ താലിബ് വർണ്ണിച്ച് പാടിയതാണ് 100 വരി ബൈത്ത്. ലാമിയത്ത് അബീ താലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഖലീലയ്യ മാ ഉദിനി ലിഅവ്വലി ആദിലി ബിസഫ്വാ ഫീ ഹഖ്ഖിൻ വലാ ഇൻദ ബാതിലി എന്നിങ്ങനെ തുടങ്ങി പാടിയ ആ ബൈത്തിന്റെ ഒരു വരി ബൈത്ത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവിന്റെ റസൂൽ എന്തൊരു മനോഹരനായ വ്യക്തിത്വമാണ്, എന്തൊരു മനോഹരമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, എന്തൊരു സൗന്ദര്യത്തിന്റെ ഉടമയാണ്. യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി ആ മോന്റെ മുഖം കണ്ടാൽ ഞങ്ങൾക്ക് മഴ കിട്ടാറുണ്ട്, ആ മോന്റെ മുഖം കൊണ്ട് മഴ കിട്ടാറുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ച ബൈത്താണ് ഈ ബൈത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മഴ പെയ്തപ്പോൾ മഴയില്ലാതെ ആളുകൾ വന്ന് അപേക്ഷിച്ചു. മഴ പെയ്തു. മഴ പെയ്ത സമയത്ത് ഇപ്പോൾ അബൂ താലിബ് ഉണ്ടെങ്കിൽ സന്തോഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് അബൂ താലിബിന്റെ ബൈത്ത് പാടുക എന്ന് പറഞ്ഞു. ഒരാൾ എണീറ്റ് നിന്ന് അലി ഇബ്നു അബി താലിബാണെന്ന് അഭിപ്രായമുണ്ട്. എണീറ്റ് നിന്ന് ഈ ബൈത്ത് ചൊല്ലിക്കൊടുത്തു. അതാണ് ബുഖാരി ഉദ്ധരിക്കുന്നത്. നമ്മൾ നാരിയത്തു സ്വലാത്തിൽ യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി എന്ന് പറഞ്ഞാൽ ശിർക്ക്. സഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മഹാന്മാരായ സ്വഹാബത്തൊക്കെ ഇരിക്കുമ്പോൾ ജുമുഅ നടക്കുന്ന സമയത്ത് പരസ്യമായി വബിയള യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. അത് തൗഹീദും. എന്താ വ്യത്യാസം? ആദർശം എന്താണെന്ന് അറിഞ്ഞില്ല എന്നതാണ് കുഴപ്പം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാക്കുകൊണ്ട് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയില്ല. പരിഭാഷ വായിച്ച് പറഞ്ഞാൽ പോരെ. ഇത് എന്താണ് ഷഹാദത്ത്, എന്താണ് ഉലൂഹിയത്ത്, എന്താണ് റുബൂബിയത്ത്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടല്ലേ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയാന്നല്ലേ. എന്താണ് ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ? ദുആ മാത്രമാണ് ഇബാദത്ത്. ഇതാണ് പിന്നെ സാധാരണ പറയുന്ന മറ്റൊന്നും. ദുആ മാത്രമാണ് ഇബാദത്ത് എന്നാണോ അതിന്റെ അർത്ഥം? എന്താണ് ദുആ? ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ഇസ്തിംദാദുൽ അബ്ദി റബ്ബഹു അല്ലെങ്കിൽ മിൻ റബ്ബിഹി. ഒരു അടിമ തന്റെ ഉടമയിൽ നിന്ന്, റബ്ബിൽ നിന്ന് അവന്റെ സഹായം തേടുന്നതിനാണ് ദുആ എന്ന് പറയുക. അവിടെ കൈ ഉയർത്തട്ടെ ഉയർത്താതിരിക്കട്ടെ, നാക്കുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കാതിരിക്കട്ടെ, ഇസ്തിംദാദുൽ അബ്ദി, അബ്ദ് മദദിനെ തേടുക, മിൻ റബ്ബിഹി, റബ്ബിനോട് ചോദിക്കുമ്പോഴാണ് ദുആയാവുന്നത്. ഒന്നുകിൽ യഥാർത്ഥ റബ്ബായിരിക്കണം, അത് നമ്മുടെ റബ്ബ് അല്ലാഹു തആല, അല്ലെങ്കിൽ റബ്ബെന്ന് വിശ്വസിച്ചിട്ടായിരിക്കണം. നമ്മൾ ആരെയും റബ്ബാക്കുന്നില്ല. റബ്ബുൽ ആലമീനാണ് നമ്മുടെ പ്രഖ്യാപനം. അല്ലാഹു ആണ് റബ്ബുൽ ആലമീൻ. ഇതാണ് ഇതേ ഹദീസിന്റെ വ്യാഖ്യാനം. മറ്റൊരു ഹദീസിൽ വന്നു, അദ്ദുആഉ മുഖുൽ ഇബാദ. അതാണ് അതിന്റെ ഉദ്ദേശം. എല്ലാ ദുആയുടെയും അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ പോലെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അറഫയാണ്. അതില്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും ശരിയാവുകയില്ല എന്നതുപോലെ സകല ഇബാദത്തിന്റെയും സകല കർമ്മങ്ങളെയും ഇബാദത്താക്കി മാറ്റുന്നത് ഈ ഒരു ഇസ്തിംദാദാണ്. അത് എല്ലായിടത്തും ഉണ്ടാകും. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, നിസ്കാരത്തിനെ ഇബാദത്താക്കി മാറ്റിയത് എന്താണ്? അത് നാം നമ്മുടെ റബ്ബിൽ നിന്ന് മദദിനെ അതിലൂടെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം വരെയല്ല, 24 മണിക്കൂറും നിങ്ങൾ ഭക്ഷണ പാനീയങ്ങളെ ഉപേക്ഷിച്ചാൽ അത് ഇബാദത്താവുകയില്ല. ഇബാദത്താവണമെങ്കിൽ സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഇത് റബ്ബിന്റെ ഇഹ്തിസാബൻ, റബ്ബിന്റെ മദദ് തേടിക്കൊണ്ടായിരിക്കണം. അപ്പൊ സൗമ ഇബാദത്തായി. അപ്പൊ സൗമിന്റെയും മുഖ്, അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇതിനെ ഇബാദത്താക്കി മാറ്റിയത്, അതിന്റെ മജ്ജ, അത് പ്രാർത്ഥനയായി. നിങ്ങൾ ഹജറുൽ അസ്വദ് പോയി ചുംബിക്കുമ്പോഴും നിങ്ങളുടെ ഉദ്ദേശം റബ്ബിന്റെ മദദാണ്. മറ്റൊരു സ്ഥലത്ത് പോയി തുള്ളിച്ചാടി നടക്കുമ്പോഴും തുള്ളിച്ചാട്ടമല്ലേ? ഇവിടെ വിനയം. ഇതെങ്ങനെ ഇബാദത്താകുന്നു? അതെ, അതിനെയും ഇബാദത്താക്കി മാറ്റിയത്
ഈ ഇസ്തിംദാദാണ്. മറ്റൊരു കല്ലിന്റെ അടുത്ത് പോയി നാം എറിയുകയാണ്. എന്താണ് അവിടെ ഇബാദത്ത്? ആ ഏറ് റബ്ബ് പറഞ്ഞിട്ട് എറിയുകയാണ്. അതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് റബ്ബിന്റെ പൊരുത്തമാണ്. ഇസ്തിംദാദുൽ അബ്ദി റബ്ബഹു, അതാണ് ദുആ. ആ ദുആ ഇബാദത്താണ്. അത് നാം കല്ലെറിയുന്നിടത്തുണ്ട്, ആ സഫാ മർവന്റെ ഇടയിൽ ഓടുമ്പോഴുണ്ട്. ഓട്ടമാണ് ചാട്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം നോമ്പനുഷ്ഠിക്കുന്നിടത്തുണ്ട്, നാം മദ്ഹുകൾ പറയുന്നിടത്തുണ്ട്, അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പാടിക്കൊണ്ട് നാം മൗലിദ് ഓതുന്നിടത്തുണ്ട്. ഇവിടെയെല്ലാം ഉള്ളത് രാജാതിരാജനായ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ പൊരുത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്തിംദാദുൽ അബ്ദി റബ്ബഹു, അല്ലെങ്കിൽ മിൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് മദദ് തേടിയും കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ മുഴുവനും അത് റബ്ബിനുള്ള ഇബാദത്തായി മാറുന്നു. അതുകൊണ്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതിനെയും പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നതിനെയും സഫാ മർവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെയും ഒക്കെ ഇബാദത്താക്കി മാറ്റിയ അതിന്റെ മുഖ്, അതിന്റെ മജ്ജ, അത് ദുആ ആണ്. അഥവാ റബ്ബേ നീ സ്വീകരിക്കണേ, എന്നെ കബൂലാക്കണേ, എനിക്ക് നിന്റെ പൊരുത്തം തരണേ എന്ന ഒരു തേട്ടം ഇതിന്റെ ഉള്ളിലൊക്കെ അറിയാതെ ഒളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞ അതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അദ്ദുആഉ മുഖുൽ ഇബാദ. ഇതൊക്കെ ഇബാദത്ത് തന്നെയാണ്. നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നത് ഇബാദത്താണ്, ഖുർബത്താണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഖുർബത്താണ്. എന്തേ കാരണം? ഇതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്കൊരു ഉൾവിളിയുണ്ട്. പടച്ചവനെ, നിന്റെ ദീന് പഠിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നീ ഇതൊക്കെ കബൂൽ ചെയ്യണേ, ഇതൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ എന്ന ഒരു ഉൾവിളി ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ റബീഉൽ അവ്വലിൽ ജാഥ നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇബാദത്തായി മാറി. അതേസമയം ആരുടെ മുന്നിൽ നമ്മൾ പോയാലും, ആരോട് സഹായം തേടിയാലും, അത് എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും നമുക്കറിയാം ഇയാൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ എന്റെ റബ്ബല്ല, നീ അള്ളാഹുവിന്റെ മർബൂബായ ഒരു സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് പക്ഷേ ഇവിടെയുള്ള ഒരു പണക്കാരനെ എനിക്ക് 1000 രൂപ നൽകി സഹായിക്കാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ അള്ളാഹ് കൊടുത്തൊരു കഴിവാണ്. ഇവിടെ അതില്ലാത്തൊരാൾക്ക് അത് കഴിയണമെന്നില്ല എന്നതുപോലെ ചില മഹത്തുക്കളായ ആളുകൾ അവരാത്മീയമായി ഉയർന്ന് അവരുടെ വാക്കും പ്രവൃത്തിയും ദുആവും ഒക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് അള്ളാഹു കാരണമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വെറും കാരണമായി സമീപിക്കുമ്പോൾ നമ്മൾ പരിപാടിക്ക് എല്ലാവരും ഒന്ന് സഹായിക്കുക. പരിപാടി സഹായി നടത്തണമല്ലോ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ അതൊന്നും ശിർക്കും കുഫ്റും അല്ല. എന്നാലോ മറ്റു ചില കാര്യങ്ങൾ ചിലപ്പോൾ വരും. അള്ളാഹ് പറയാ പാടില്ല എന്നിടത്തേക്ക് പോകരുത്. ചില കാര്യങ്ങൾ നേടാൻ ശൈത്താന്മാരത്ത് പോയാലും നടക്കും. ശൈത്താന്മാർക്കുള്ള ചില കഴിവൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകരുതെന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചിലപ്പോ ഹറാമ് വരും, ചിലപ്പോ ശിർക്കിലേക്ക് എത്തും, അങ്ങനെ പല അപകടം വരും. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന വളരെ കൃത്യമായ മഹാന്മാരായ പരിശുദ്ധാത്മാക്കളായ സഹാബത്തും അതിനുശേഷമുള്ള മഹത്തുക്കളായ അഇമ്മത്തും നമുക്ക് കാണിച്ചു തന്ന, കൃത്യമായി പഠിപ്പിച്ചു തന്ന ആ ഒരു തൗഹീദും ആ ഒരു തബറുക്കും ആ ഒരു തവാളുഉം ആ ഒരു ദീനുമാണ് നമ്മുടെ ആദർശം. അത് അതേ അർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അങ്ങനെ നിലനിന്നപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർ പഠിപ്പിച്ച അതേ തൗഹീദ് ഇന്ന് നമ്മളിൽ നിലനിൽക്കുന്നു. തൗഹീദിന്റെ കാര്യത്തിൽ സുന്നികൾക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസം ഇന്ന് വരെ ഉണ്ടായില്ല. എന്നാൽ വഹാബി പ്രസ്ഥാനം ഉണ്ടായി 100 കൊല്ലം പൂർത്തിയാകുന്നതിന് മുന്നേ തൗഹീദിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായി. കാരണം എന്താ? കെട്ടിണ്ടാക്കിയ തൗഹീദാണ്, പടച്ചുണ്ടാക്കിയ തൗഹീദാണ്, അയിമ്മത്ത് പഠിപ്പിച്ചതല്ല. എന്നുണ്ടല്ലോ ഒരായത്തിൽ, എന്ന് കാണാം തഫ്സീറിൽ. ലോകത്തുള്ള മുഴുവൻ മുശ്രിക്കീങ്ങളും പറയുന്നത് പോലെ അള്ളാന്റെ കൂടെ ഒരു ഇലാഹു കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് അവർ മത്സരിക്കുമായിരുന്നു എന്ന്. നമ്മളെ പോലത്തെ സുന്നികളെ പോലത്തെ വിശ്വാസമാണെങ്കിൽ ആയത്ത് ശരിയാവോ? മക്ക മുശ്രിക്കീങ്ങളെ വെള്ള പൂശിയിട്ട് നമ്മളെ കാഫിറാക്കി കൊല്ലാൻ നടക്കുക. നിങ്ങൾ നോക്ക്, അവര് നമ്മൾ പറയുന്നത് പോലെ ഒരു കഴിവൊന്നുമില്ലാത്ത, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ,
അത് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ശഫാഅത്തിന് വേണ്ടി മാത്രം ചെയ്യാണ് എന്നത് സത്യമാണെങ്കിൽ അള്ളാഹിന്റെ സമ്മതം കൂടാതെ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിയുമോ? ഇല്ല. എന്നാൽ അള്ളാഹ് പറയുന്നു, അള്ളാഹിന്റെ കൂടെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു ഇലാഹ് ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിനോട് മത്സരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന്. അതിന് കഴിവുള്ള ഇലാഹുകളിൽ തന്നെയാണ് മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. അല്ലാതെ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണെന്ന് അവരുദ്ധരിക്കുന്ന ആയാത്തുകളുടെ അടിയിൽ തന്നെ കാണാം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ വിശ്വാസത്തിന്റെ ഏറ്റവും ആദ്യത്തെ നിബന്ധന. രണ്ടാമത് നമ്മൾ പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. എല്ലാ അമ്പിയാക്കളെ കൊണ്ട് നാം വിശ്വസിക്കുന്നു, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖായ ഖാതിമുൻ നബിയീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവർ അന്ത്യപ്രവാചകരാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാൾ ഡോക്ടറാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ ഡോക്ടറാവുക എന്നുള്ളത് നമുക്കറിയണ്ടേ. അല്ലാത്ത ഒരാളോട് അയാൾ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാൾ എഞ്ചിനീയർ ആണെന്ന് നമ്മൾ പറയുന്നു, ഇയാൾക്ക് എന്ത് എഞ്ചിനീയർ? ഒന്നും അറിയാത്ത ആളോട് അയാൾക്ക് വല്ല ബഹുമാനം കൊടുക്കാൻ കഴിയുമോ? ഈ പറയുന്നത് എന്താണെന്ന് അറിയണം. എന്താണ് റിസാലത്ത്, എന്താണ് നുബുവത്ത് എന്നറിയാതെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. റിസാലത്ത് എന്താണെന്ന് കൃത്യമായി അറിയണം, നുബുവത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല, ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കാനാണ്. ഇത് ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. മഹാന്മാരായ നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് അതിനു വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു ചൈതന്യം ഇവിടെ നിലനിർത്തിയത്. അത് നിലനിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളോടും എനിക്ക് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്ത് പറയുന്നതിനെ അത് മാത്രമായി നിങ്ങൾ കാണണം, അല്ലാതെ മറ്റൊന്നുമായി അതിനെ കൂട്ടിക്കെട്ടരുത്. ഇത് ഞങ്ങൾ പറയാതിരുന്നാൽ നിങ്ങൾ നോക്ക്, ഞാൻ ഇതുവരെ പറഞ്ഞത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തൗഹീദിനെ സംബന്ധിച്ചാണ്. ഒരൽപ്പം പങ്കു ചേർത്താൽ അമലുകൾ പൊളിയുന്ന അതിന്റെ ശിക്ഷ അള്ളാഹു പറഞ്ഞത്, താക്കീത് നൽകിയത്. അള്ളാഹുവിനെ പോലെ പരമാധികാരം എന്തെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു ഇലാഹിനെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയാൽ, അതിനെ നിങ്ങൾ ആരാധിച്ചാൽ, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ലയഹ്ബതന്ന അമലുക്, അമല് മുഴുവനും പൊളിഞ്ഞു പോകും. ലയഹ്ബതന്ന അമലുക്, ലയഹ്ബതന്ന അമലുക്, നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന പറഞ്ഞത്. അമ്പിയാക്കളോട് പോലും അങ്ങനെ പറഞ്ഞത്. എന്താ ശിർക്ക്? അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനെ ഒരു നിദ്ദുണ്ടാക്കുക. ഏതെങ്കിലും ഒരർത്ഥത്തിൽ പരമാധികാരമുള്ള ഒരു ദൈവത്തെ നാം ഉണ്ടാക്കിയാൽ, വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നിങ്ങൾ ശിർക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ അമല് മുഴുവനും പൊളിഞ്ഞു പോകും. 100 വയസ്സ് വരെ 80 വയസ്സ് വരെ ജീവിച്ചു, ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു, അവസാനം ഒരു ശിർക്ക് സംഭവിച്ചാൽ ഈ അമലൊക്കെ പൊളിഞ്ഞു. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശിർക്ക് എന്ത്, തൗഹീദ് എന്ത് എന്ന് സംശയാതീതമായി മനസ്സിലാക്കണം. എന്നാൽ അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റിസാലത്തിനെ വേണ്ട പോലെ മനസ്സിലാക്കി ആ റിസാലത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ബഹുമാനം അള്ളാന്റെ റസൂലിന് നൽകിയില്ലെങ്കിൽ അള്ളാഹ് അതിന് താക്കീത് ചെയ്തിട്ടുള്ള ശിക്ഷ എന്താണെന്ന് ഉറക്കെ പറയണം. അത് വിശ്വസിക്കുകയും വേണം, അത് സൂക്ഷിക്കുകയും വേണം. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. മുഅ്മിനീങ്ങളെ,
അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. അല്ലാഹ് ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. ഈ ആയത്ത് ആദ്യം കേൾക്കുന്നത് മഹാന്മാരായ സ്വഹാബത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയാ, ഉമറേ, നിങ്ങൾ അബൂബക്കറിനോട് സംസാരിക്കുന്ന പോലെ പോലും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയരുതെന്ന് റളിയല്ലാഹു അൻഹുമാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ ഉമറിനോട് സംസാരിക്കുന്ന പോലെ പോലും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കരുത്. സഹാബത്ത് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ മുന്നിൽ അവരിയ്ക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷിയുള്ളതുപോലെയായിരിക്കും. പക്ഷി പറന്നു പോവുകയില്ല. അവിടെ വന്നിരുന്നാൽ ഒരു നേരിയ ചലനമുണ്ടെങ്കിൽ പക്ഷി പറന്നു പോകും. പക്ഷി പോലും പറക്കാതെ ഇങ്ങനെ സാഗൂതം ഇരിക്കുമെന്നാണ് മഹാന്മാരായ സഹാബത്ത് ആ നബിയുടെ ചരിത്രത്തെ, പ്രവാചക മജ്ലിസിനെ വിശദീകരിച്ചത്. എന്താ കാരണം? ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ തഅദീബാണ്, അദബ് പഠിപ്പിക്കുകയാണ് അള്ളാഹു. റസൂലുള്ളാഹിയോട് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അതൊരു സിമ്പലാണ്. നിങ്ങൾ അച്ചടക്കത്തോടെ, അദബോടെ, മര്യാദയോടുകൂടെ അവർക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകിക്കൊണ്ട് വേണം പെരുമാറാൻ. അല്ലെങ്കിലോ അൻതഹബതഅമാലുക്കും, നിങ്ങളുടെ അമല് പൊളിയും. സുബ്ഹാനല്ലാഹ്. തൗഹീദ് പറഞ്ഞിടത്ത് അല്ലാഹ്ക്ക് പകരം ഒരു ദൈവത്തെ വെച്ചാൽ അമല് പൊളിയുമെന്നാണ് പറഞ്ഞത്. നുബുവത്തിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രവാചകനുണ്ടെന്ന് വിശ്വസിക്കണ്ട. നുബുവത്തിന്റെ എന്തെങ്കിലും ഒരു സ്ഥാനം കുറച്ചു കാണണ്ട. റസൂലുള്ളാഹിക്ക് വിവരമില്ല എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പറയണ്ട. റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അള്ളാഹിനെ പോലെ മറ്റൊരു ദൈവത്തെ വെച്ചാൽ ഉണ്ടാകുന്ന അതേ ശിക്ഷ നൽകിക്കൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ താക്കീത് നൽകുന്നു. അൻ തഹ്ബത അമാലുക്കും, നിങ്ങൾ അതുവരെ ചെയ്ത പണി മുഴുവനും പൊളിഞ്ഞു പോകും. ഇത് ഞങ്ങളാരും പറഞ്ഞുണ്ടാക്കിയതല്ല, സമസ്തക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് മറിച്ചു നോക്ക്, അതിൽ കൃത്യമായി അള്ളാഹു പറഞ്ഞതാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മര്യാദയോടെ പെരുമാറുന്ന ആളുകൾ, ശബ്ദം താഴ്ത്തി അച്ചടക്കത്തോടെ വിനയത്തോടെ അവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനമൊക്കെ കൊടുത്ത് അവരോട് ഇടപഴകുന്ന ആളുകൾ, ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ കൽബിലെ തഖ്വ സ്ഥലം പിടിക്കൂ എന്ന് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കണ്ടോ, തൗഹീദ് ഇങ്ങനെ വാചാലായി പറയേണ്ടതാണ്, പക്ഷെ ആദ്യം തൗഹീദ് തിരിഞ്ഞിട്ട് വേണമെന്ന് മാത്രം. എന്നാൽ ഈ തഅലീം പറയുന്ന ഒരു വഹാബിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് പറയണ്ടേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുമോ? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അതിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ബഹുമാനവും ആദരവും അദബും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹളറത്തിന് നൽകുകയും ചെയ്യാതെ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് മരിക്കാമെന്ന് വ്യാമോഹിക്കണ്ട. ഇത് ഞങ്ങളെ പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന് ഒരു രോമത്തിന് പോർലേൽക്കാതെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ. അത് ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ രാഷ്ട്രീയമായി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മരിക്കോളുള്ളൂ. മരിച്ചാൽ സ്വർഗം വേണമെങ്കിൽ സമസ്തയുടെ ആദർശ പ്രചാരണം ഇവിടെ നിലനിൽക്കണം. നിങ്ങൾ തന്നെ പറയുക, ആരാണ് ഇവിടെ റിസാലത്തിന്റെ മഹത്വം പറയാറുള്ളത്? ഈ അർത്ഥത്തിലുള്ള തഅലീമിനെ സംബന്ധിച്ച് ആരാ പറയാറുള്ളത്? ഞാൻ ഈ പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആനല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അടുത്ത, ഏറ്റവും ആദരണീയനായ സഹാബി, അല്ലാഹുവിന്റെ റസൂൽ ഈ റിസാലത്തുമായി വന്ന
അന്നു മുതൽ റസൂലുള്ളാഹിയെ ഒരു നിഴല് പോലെ പിന്തുടർന്ന മഹാനവർകൾ അല്ലേ? അതിലേറെ അവർക്ക് എന്തെല്ലാം ഭാഗ്യങ്ങൾ കിട്ടി. റസൂലുള്ളാഹി ഹിജ്റ പോകുമ്പോൾ ദിവസങ്ങളോളം ഗോർ സൗറിൽ അള്ളാഹിന്റെ റസൂല് ഒരുമിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അത് വെറും ഒരു ഒളിവ് ജീവിതമായിരുന്നില്ല, അതൊരു തരം റിയാളയായിരുന്നു. മഹാന്മാരായ സൂഫിയത്ത് അതാണ് പറയുന്നത്. ആ ശക്തിയാണ് ബദറിന്റെ അന്നും റസൂലിനെ സഹായിക്കാൻ, റസൂലിന് കാവലായി ഒറ്റക്ക് നിൽക്കാൻ സിദ്ദീഖിന് ധൈര്യം കൊടുത്തത്. ആ സിദ്ദീഖിന്റെ ധൈര്യം തന്നെയാണ് എല്ലാവരും പതറിയപ്പോൾ റസൂലുള്ളാഹി വഫാത്തായ രംഗത്തും ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ സിദ്ദീഖിനെ സഹായിച്ചത്. ആ 3 ദിവസത്തെ ഒരു പ്രത്യേകമായ തർബിയത്താണ്. ആരിഫീങ്ങൾ അത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കബീലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് തീർക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരാൻ അല്പം വൈകി. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, റസൂലുള്ളാഹി എത്തിയിട്ടില്ല, നമ്മൾ ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് വെച്ചു. നിങ്ങൾ നിസ്കരിക്കുമെന്ന് വെച്ചു. ആ നിസ്കരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം കൈകെട്ടി, ഇഖാമത്ത് കൊടുത്തു, നിസ്കരിക്കാൻ കൈകെട്ടി. അധികം താമസിക്കാതെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കൈകെട്ടി അധികം താമസിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നു. റസൂലുള്ളാഹി തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് റസൂലുള്ളാഹി തിരിച്ചു വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊട്ടി. റസൂലുള്ളാഹി സഫിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് മുന്നിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറാൻ പറ്റുമോ? അതൊക്കെ വേറെ മസല. അതിന്റെ പേരാണ് ഹാല് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പറയുന്നത്. അവിടെ ചോദ്യോത്തരല്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല, പിന്നോട്ട് മാറുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, മക്കാനക, നിങ്ങൾ കൈകെട്ടിയതല്ലേ, നിങ്ങൾ അവിടെ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചോളൂ. മക്കാനക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകുന്നു. പക്ഷെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പിന്നോട്ട് മാറുകയാണ്. ആ പറഞ്ഞത് കേൾക്കാതെ പിന്നോട്ട് മാറി റസൂലുള്ളാഹി മുന്നിലേക്ക് നിന്നു, സിദ്ദീഖുൽ അക്ബർ പിന്നിലേക്ക് നിന്നു. മഹാന്മാരായ സഹാബത്ത് അവരുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇദാനാബക്കും ഷൈഉൻ ഫിസ്സലാ, നിസ്കാരത്തിൽ എന്തെങ്കിലും കാര്യം ഇമാമിനെ അറിയിക്കേണ്ടി വന്നാൽ കൈമുട്ടുകയല്ല വേണ്ടത്, തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് അറിയില്ലായിരുന്നു. ഇന്നമ തസ്ഫീഖു ലിന്നിസാ, പെണ്ണുങ്ങളാണ് കൈമുട്ടേണ്ടത്, നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മാലക യാ അബൂബക്കർ, അബൂബക്കറെ, നിങ്ങളോട് ഞാൻ അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സമയത്ത് മഹാനായ സിദ്ദീഖ് പറഞ്ഞൊരു മറുപടിയുണ്ട് സഹോദരന്മാരെ. സ്വർണലിപികളാൽ എഴുതപ്പെടേണ്ടുന്ന ആ വാക്ക്, അതാണ് ഈമാനിന്റെ മിഅ്യാർ. ഈമാനിന്റെ മിഅ്യാറാണത്. ഈ ഉമ്മത്തിലെ അല്ല, മുഴുവൻ ഉമ്മത്തിലെയും അംബിയാഇനെ കഴിച്ചാൽ ഏറ്റവും എല്ലാ അർത്ഥത്തിലും അഫ്ളലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഒരു വാക്ക്, അതിൽ നിന്ന് മനസ്സിലാക്കാം ആരായിരുന്നു സിദ്ദീഖ് എന്നും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ലാ യംബഗി ലിബ്നി അബി ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ റസൂലേ, അബൂ ഖുഹാഫന്റെ മോൻ അബൂബക്കർ റസൂലുള്ളാഹിയുടെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ കാല് കൂടില്ല നബിയേ, എന്റെ മനസ്സനുവദിച്ചില്ല നബിയേ എന്നായിരുന്നു മറുപടി. റിസാലത്തിന്റെ മഹത്വം എന്ത് എന്ന് മനസ്സിലാക്കി സിദ്ദീഖ്. ആ റിസാലത്തിന്റെ മുന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനുമായി വന്ന അന്നു മുതൽ മുസ്ലിമായ മഹാനാണ്. അന്നു മുതൽ ദീനിന് വേണ്ടി സർവവും സമർപ്പിച്ച മഹാനാണ്.
അള്ളാഹുവിന്റെ റസൂല് തന്നെ പ്രസംഗത്തിൽ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനുമായി വന്ന അന്നു മുതൽ മുസ്ലിമാണ്, ഖുറൈശിയാണ്. സമ്പത്ത് കൊണ്ടും എല്ലാ ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും സഹായിച്ച മഹാനായ സിദ്ദീഖ് ഒരിക്കൽ റസൂലുള്ളാഹി തന്നെ മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ലഹു ഇൻദനാ യദുൻ ഇല്ലാ വഖദ് കാഫഅനാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ ദീനിനെ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചവർക്കൊക്കെ ഞാൻ പ്രത്യുപകാരം നൽകിയിട്ടുണ്ട്. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെയില്ല, ലഹു ഇൻദനാ യദ്, ഈ ദീനിനെ സഹായിച്ച ആര് തന്നെയുണ്ടോ, എന്നെ സഹായിച്ച പലരും ഈ കൂട്ടത്തിലുണ്ട്. ദീനിനെ സഹായിക്കുന്നവരായിരുന്നല്ലോ അവരൊക്കെ. അൻസാറുകളും മുഹാജിറുകളും ഒക്കെ കഴിയുന്ന വിധത്തിൽ സഹായിച്ചു. അതിനൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി പറയാണ്. പക്ഷെ മഖല അബൂബക്കർ, ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊഴികെ, സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊഴികെ ഫഇന്ന ലഹു ഇൻദനാ ലയദൻ സൗഫ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ, അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്നെ കൊണ്ട് വീട്ടാൻ കഴിയില്ല, എന്നെ കൊണ്ട് വീട്ടാൻ കഴിയില്ല. അത്ര വലിയ കടപ്പാടാണ്, അത്രമേൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. സൗഫ യുകാഫിഉഹു അല്ലാഹു, അതിന് അല്ലാഹു കൊടുത്തോളും, എന്നെ കൊണ്ട് കഴിയില്ല. സൗഫ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ, ആ അബൂബക്കർ എന്നെ സഹായിച്ചതിന് പകരം ചെയ്യാൻ എന്നാൽ സാധ്യമല്ല, അത് അല്ലാഹു ആഖിറത്തിൽ കൊടുത്തുകൊള്ളും എന്ന് പറയുന്ന അത്രമേൽ ആദരണീയനായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഉമ്മത്തിലെ എല്ലാ അർത്ഥത്തിലും അഷ്റഫ്. ആർക്കും സംശയം വേണ്ട, എവനിക്കും വേണ്ട, അത് നമ്മൾ പറയുകയും വേണം. എല്ലാവരും ഇത്തരത്തിലുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ലഅനത്ത് ഇറങ്ങുമെന്ന് ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആളെ നോക്കിയിട്ടല്ല ദീന് പറയേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ, ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ. പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. കുന്നംകുളം ഞാനുമായിട്ട് വഴിയുടെ ബന്ധമുള്ളൂ, തോന്നിയാസം പറയേ. ഒന്നുകൂടെ കേൾട്ടോ, തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ. എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പിറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇത് ദീന് പറയാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്നാരും വിചാരിക്കണ്ട. 1000 കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും. ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്നതിനടുത്ത് എനിക്കൊരു പ്രശ്നമില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അതാ. റസൂലിനെ ആര് പറഞ്ഞാലും റസൂൽ ദേഷ്യപ്പെടാറില്ല. പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരും, കോപം വരും. അതേ ഇവിടെ സംഭവിക്കുള്ളൂ. അള്ളാഹു അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ദീൻ പറയാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തിഫാഖായ കാര്യമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കാന അഅലമഹും, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ്. കാന അഫ്ളലഹും, ഏറ്റവും ശറഫുള്ള ആളാണ്. കാന അഅലാഹും ഈമാനൻ, ഈമാനിനാൽ ഏറ്റവും ഉയർന്ന ആളാണ് എന്നിങ്ങനെ തുടങ്ങി മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് ആ അർത്ഥത്തിൽ തന്നെ അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഫകാന അഅലമനാ ബിറസൂലില്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അറിവ് ഉള്ള ആള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, ഇത്രമേൽ സ്ഥാനമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ലാ യംബഗി ലിബ്നി അബീ ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അബൂ ഖുഹാഫന്റെ മോന്
റസൂലുള്ളാഹിയുടെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന്. അപ്പോ നുബുവത്തിന്റെ മഹത്വം സിദ്ദീഖുൽ അക്ബർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി. അതാണ് മഹാന്മാര് പറഞ്ഞത്, മാ ഫളലക്കും അബൂബക്കർ ബികസറത്തി സിയാമിഹി വലാ സ്വലാത്തിഹി. കുറേ നിസ്കരിച്ചത് കൊണ്ടോ കുറേ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ടോ അല്ല സിദ്ദീഖുൽ അക്ബർ ഇത്രമേൽ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. ആ മനസ്സിൽ ഉള്ള ആ മഹത്തായ ആ ബഹുമാനം, തഅളീമു ശആഇർ എന്ന് പറയുന്ന ആ ഈമാനിന്റെ അടിത്തറ അത് ശക്തമായതുകൊണ്ടാണ്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂലിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിലാണ് തഖ്വ സ്ഥലം പിടിക്കുക. അല്ലാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ചത് അവരാണ് എന്ന്. അത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിച്ചവർക്ക് പൂർണ്ണ അർത്ഥത്തിലുള്ള ഈമാൻ ഉണ്ടാകും. വേറൊരുത്തൻ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് യമനിൽ നിന്ന് കുറച്ച് തിബിർ വന്നു, കട്ടിപ്പൊന്ന് വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവിടെ റസൂലുള്ളാഹി ഉദ്ദേശിച്ച ചില ആളുകൾക്ക് അത് വിതരണം ചെയ്തു. ഫഖാമ റജുലുൻ മിനൽ ഖൗം, ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നു. ഗായിറുൽ ഐനൈൻ, കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിലേക്ക് പോയിട്ടുണ്ട്. മുഷമ്മറുൽ ഇസാർ, തുണിയൊക്കെ ഇങ്ങനെ നന്നായി കയറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല തലമുണ്ഡനം ചെയ്തിട്ടുണ്ട്. നല്ല കസ്സുല്ലിഹ്യ, തിങ്ങിയ താടിയുണ്ട്. നല്ല തിങ്ങിയ നീണ്ട താടിയുണ്ട്. എന്ന് വെച്ചാൽ സഹാബത്ത് ഇങ്ങനെ കൃത്യമായി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. കണ്ടാൽ നല്ലൊരു ഈമാൻദാരിയാണെന്ന്, അല്ലെങ്കിൽ കണ്ടാൽ ഒരു ഒന്നാം തരം സലഫിയാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കണമെന്ന്, മുഹമ്മദെ നീതി പാലിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. റസൂലുള്ളാഹിയുടെ മുഖം വിവരണമായി. എന്നിട്ട് പറഞ്ഞു, മൻ യഅദിൽ ഇദാ ലം അഅദിൽ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യുക? ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇവിടെ നീതി നടപ്പിലാക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതി ഇവിടെ നടപ്പിലാക്കാൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച് പറഞ്ഞയച്ചു. അള്ളാഹ്ക്ക് എന്നെ വിശ്വാസമാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാമ ഉമർ ഇബ്നുൽ ഖത്താബ്, സദസ്സിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഇതൊക്കെ കേട്ട പാരിശം വന്നു. എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങൊന്നൊരു സമ്മതം തന്നാൽ മതി, ഞാൻ അവന്റെ തല ഞാൻ വെട്ടിയെടുക്കാം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ലാ ഇന്നഹു യുസല്ലി, അല്ല തല വെട്ടാനൊന്നും പറ്റില്ല, ആൾ നിസ്കരിക്കുന്നുണ്ട്. ഇത് ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫറുബ്ബ മുസല്ലിൻ ലാ ഈമാന ലഹ്, എത്ര നിസ്കരിക്കുന്നവരുണ്ടാവും യഥാർത്ഥത്തിൽ ഈമാൻ ഇല്ലാത്തവര്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, നല്ല നീണ്ട താടി ഉണ്ടാവും, തുണിയൊക്കെ കയറ്റിയെടുത്തിട്ടുണ്ടാവും, കണ്ട നല്ല ഈമാൻദാരിയാണെന്ന്, ദീനിന്റെ ബാഹ്യമായ ശആറുകളൊക്കെ അവന്റെ കയ്യിലുണ്ടാകും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവന് ഈമാനില്ല. ഫറുബ്ബ മുസല്ലിൻ ലാ ഈമാന ലഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാള് ഫഖഫാ മുദ്ബിറ, അയാളെ ദുബുറും തിരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ തിരിഞ്ഞു പോയി, ഒരു അദബുമില്ലാതെ, ആ സദസ്സിന്റെ ഒരു അദബും പാലിക്കാതെ അയാൾ തിരിഞ്ഞു പോയി. പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അയാളുടെ മുതുകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നഹു ലയഖ്റുജു മിൻ ളിഇ ഹാദാ, ഇയാളുടെ മുതുകിൽ നിന്ന് ചില മക്കൾ പുറത്തു വരാനുണ്ട്. അവർ വലിയ അപകടകാരികളാണ്. അവരുടെ നിസ്കാരം കാണുമ്പോൾ, അവരുടെ നോമ്പ് കാണുമ്പോൾ, അവരുടെ ഇബാദത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ നിസ്കാരം ഒന്നുമല്ല എന്ന്. അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും, അത്ര വലിയ ഇബാദത്തിന്റെ അഹ്ലുകാരായിരിക്കും, അത്ര വലിയ ശരീഅത്ത് പറയുന്നവരായിരിക്കും, തൗഹീദ് പറയുന്നവരായിരിക്കും, പക്ഷെ ദീനിൽ നിന്ന് അവരിങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായി അവരുടെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, മറ്റു പല ഹദീസിലും വിശദീകരിച്ചു. എന്താ ഇവിടെ സംഭവിച്ചു? അയാൾ നിസ്കരിക്കുന്ന ആളാണ്, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിൽ പോയിട്ടുണ്ട്, ഉറങ്ങാത്ത ആളെ പോലെ, തലമുണ്ഡനം ചെയ്തിട്ടുണ്ട്, ഒരു വക കാട്ടിക്കൂട്ടലും അദ്ദേഹത്തിനില്ല, മുടിയ നീണ്ട താടിയുണ്ട്, നല്ല ഒരു ബാഹ്യമായി എടുക്കേണ്ട സുന്നത്തൊക്കെ എടുത്തിട്ടുണ്ട്, തുണിയൊക്കെ മുട്ടുവരെ കയറ്റി കൊടുത്തിട്ട് മുഷമ്മറുൽ ഇസാറാണ്, പക്ഷേ നുബുവത്തിന്റെ മഹത്വം അറിഞ്ഞില്ല. ഇഅ്ദിൽ യാ മുഹമ്മദ്,
റസൂലുള്ളാഹി പറഞ്ഞു, നീതിയും അനീതിയും സംഭവിക്കുന്നവരാണ് അമ്പിയാക്കൾ എന്നായിരുന്നു അയാൾ മനസ്സിലാക്കിയത്. ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. നുബുവത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട്, ആ നുബുവത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കുക എന്നതുണ്ടെങ്കിലേ ഖൽബിലും ഈമാൻ ഉണ്ടാകൂ. ബാഹ്യമായ ഈ ജാതി ഈമാനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഖൽബിൽ അത് സ്ഥലം പിടിക്കണമെങ്കിൽ, സ്ഥിരപ്രതിഷ്ഠ നേടണമെങ്കിൽ, ഖൽബിൽ അതിന്റെ അസർ ഉണ്ടാവണമെങ്കിൽ, അതിന്റെ അസ്ൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവണം. നീതിയും അനീതിയും ഉണ്ടാകാവുന്ന ഒരാളാണ് എന്ന് റസൂലിനെ പറ്റി മനസ്സിലാക്കുകയും, ഇപ്പൊ ഇവിടെ നീതി ചെയ്തിട്ടില്ല, തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അയാൾക്ക് മാത്രമല്ല അതിന്റെ ഗുരുത്തക്കേടുണ്ടായത്, അയാളുടെ സന്താന പരമ്പരക്കും സംഭവിച്ചു. ഇയാളുടെ മക്കളിൽ നിന്ന് ഗുരുത്തം കെട്ടവരാണ് ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കാത്തോ, സൂക്ഷിച്ചോ. സുന്നിവിടെ പറയാതിരുന്നാൽ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഒന്നും തന്നെ ഒരൊറ്റ ഹദീസ് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ, മുത്തഫഖ് അലൈഹിയോ അതിനോട് സമാനമായ ഹദീസുകളാണ് നമുക്ക് ഉദ്ധരിക്കാനുള്ളത്. അത് മാത്രം മതി. അതുകൊണ്ട് ഇവിടെ ഒരുത്തൻ എഴുതി വെച്ചു റസൂലുള്ള ദിവസം 70 വട്ടമെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു പരസ്യമായിട്ട്. അതുകൊണ്ടല്ലേ 70 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്തത്. തെറ്റും ശരിയും ഉണ്ടാകുന്നവരാണ് അമ്പിയാക്കൾ എന്ന് പഠിപ്പിക്കുന്ന വഹാബിസത്തെ ചെറുത്തു തോൽപ്പിക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതൊന്നും ഇല്ലാത്തൊരു ഇസ്ലാം ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോ വിഷയങ്ങളെയും അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടെ, അർഹിക്കുന്ന ആദരവോടുകൂടെ നാം കാണുകയും അതിനാവശ്യമായ അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ആദർശം അമാനത്ത് എന്ന് പറയുന്ന ഈ പ്രവർത്തികൾ. ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ അവിടെ ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് ആരെയും ഉദ്ദേശിച്ചല്ല, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ അമാനത്ത്, ഏറ്റവും വലിയ അമാനത്ത്, അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. പ്രാസംഗികന്മാർ ഇവിടെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഈ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായ പ്രസ്ഥാനമാണ്. ഇത് ഇൽമുണ്ടെങ്കിലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ ഓതി വെച്ച ഹദീസ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ദജ്ജാലിനെ അല്ല ഞാൻ നിങ്ങളുടെ കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് വേറെ റിവായത്തിൽ. മറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് അൽ അഇമ്മത്തുൽ മുളില്ലൂൻ, സമുദായത്തെ പിഴപ്പിക്കുന്ന നേതാക്കളെയാണ് എന്ന്. അവർക്കൊരു ഇൽമുമില്ലാതെ തോന്നിയാസം വിളിച്ചു പറയുന്ന ആളുകൾ, അതാണ് ഞാൻ ഭയപ്പെടുന്നത്. ആ ഒരു അവസ്ഥ എൻ്റെ ഉമ്മത്തിന് വന്നുപെട്ടാൽ അന്ന് ഉമ്മത്തിന്റെ നാശമാണ് എന്ന്. അതുകൊണ്ട് ദീൻ പറയേണ്ട ആളുകൾ ദീൻ പറയുകയും അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഇവിടെയുള്ള നാട്ടുകാരും ഉമറാക്കളും പ്രവർത്തകരൊക്കെ നൽകുകയും ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം ഭംഗിയായി നടത്തുക. അതിവിടെ നിലനിൽക്കണം, നമുക്ക് അസ്തിത്വം നിലനിൽക്കണം. അതിന് വേണ്ടുന്നത് ഭംഗിയായി ആസൂത്രിതമായി അവർ പ്രവർത്തിക്കണം. അവർ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ അത് അതിൻ്റെ വഴിക്കും ഇതിൻ്റെ വഴിക്കും പോകണം. അങ്ങനെ യോജിക്കുന്ന മേഖലകളിൽ യോജിച്ച് ദീനിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിൽ അടിസ്ഥാനപരമായി ഇതുവരെ നാം തുടർന്നു വന്ന ഒരു രൂപമുണ്ട്. ആ രൂപം തന്നെ ഇവിടെ നിലനിൽക്കണം. അത് നിലനിർത്താൻ വളരെയധികം പ്രയാസങ്ങളുള്ള ഈ കാലഘട്ടത്തിലും സർവസജ്ജരായി രംഗത്ത് വന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട SKSSFിൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അതിൻ്റെ നേതാക്കളെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂടുതൽ കരുത്തും കൂടുതൽ ഹിമ്മത്തും അവരുടെ ഓരോ ചലനങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് നിങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.